വെൽക്കം ടു വീക്കിലി ഓട്ടോ അപ്ഡേറ്റ്സ്. നമ്മൾ ലാസ്റ്റ് വീക്കിലെ ഓട്ടോ അപ്ഡേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് പുതിയ റൂളുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും തൊട്ട് ഏത് ആർടിഒയുടെ അണ്ടറിലും നമ്മുടെ പുതിയ കാർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇത്ര നാൾ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ടായിരുന്ന ആർടിഒയുടെ കണ്ടറിൽ മാത്രം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സ് കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ആർടിഒയുടെ അണ്ടറിൽ വേണമെങ്കിലും നമുക്ക് കാർ രജിസ്റ്റർ ചെയ്തിട്ട് കണ്ടിട്ട് സാധിക്കും പുതിയ കാർ. അതുപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്ന പുതിയൊരു നിയമം ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായ ചില ആക്സിഡൻറ്റ് ബേസ് ചെയ്തിട്ട് പുതിയ റൂൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ RC ഓണർക്ക് തന്നെ വേണം വാഹനം ഓടിക്കാനായിട്ട്. വാഹനം മറ്റൊരാളുടെ കയ്യിൽ കാണുകയോ മറ്റൊരാളുടെ യൂസ് ചെയ്യുകയോ കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കും. അതിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊരു എമർജൻസി കേസ് എന്ത് ആവശ്യം വന്നാലും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സ്വന്തം കാറ് കൊടുത്തു വിടാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സാമ്പത്തിക ലാഭത്തിനായിട്ടായിരിക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ കാണുക. സോ അതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ലാസ്റ്റ് വീക്കിലെ അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ആണ്. ഒട്ടുമിക്ക എല്ലാ ഷോറൂമുകളിലും നമുക്ക് എല്ലാ ബ്രാൻഡുകളുടെയും ഇയർ എൻഡിങ് ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഡിസംബർ മാസത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്ക് കിയയിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഓഫീസ് വരുന്നുണ്ട്. 2023 മോഡൽസ് ഇപ്പോഴും സെയിൽസ് ഉണ്ട്. സോ അതിന് അത്യാവശ്യം നല്ല ഓഫീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണ്ട അമേസൺ ആണെങ്കിലും അല്ലെങ്കിൽ മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാരിക് ആണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ല ഓഫീസ് 2.25 lakhs വരെയുള്ള പല ബ്രാൻഡുകളും പല ബോണസിനും മോഡൽസിനും എല്ലാം ഈ പറയുന്ന പോലെ ഓഫീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസംബർ മന്ത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു മന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേഷൻ ഉള്ളത് ജനുവരി തൊട്ടിട്ട് ഇപ്പം മഹേന്ദ്ര അതുപോലെ തന്നെ ഹുണ്ടായി തുടങ്ങിയുള്ള ബ്രാൻഡ് പ്രൈസ് ഹൈക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള വർധന ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കി ബ്രാൻഡുകളും അത് തന്നെ ഫോളോ ചെയ്യാനായിട്ടാണ് ചാൻസ് കാണുന്നത്. അതുപോലെ തന്നെ ലോഞ്ച് അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ ക്യാമറി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാമറി ഫേസ് ലിഫ്റ്റ് അതിന് ഒറ്റൊരു വേരിയൻറ്റ് വരുന്നുള്ളൂ. 2.5 ലിറ്ററുള്ള ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് അതിന് വരുന്നത്. അതിൽ 48 ലക്ഷം രൂപയാണ് ആ ഒരു ഒറ്റ വേരിയൻറ്റിൻ്റെ ഷോറൂം പ്രൈസും കാര്യങ്ങളും വരുന്നത്. 185 BHP പവറും കാര്യങ്ങളും വരുന്നുണ്ട്. ബട്ട് 25 കിലോമീറ്ററോളം മൈലേജും ആ ഒരു വലിയ വാഹനത്തിന് കിട്ടുന്നുണ്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ. സോ അതാണ് പുതിയ ലോഞ്ചസും കാര്യങ്ങളും ലാസ്റ്റ് വീക്കിലുണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ഓട്ടോ അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച കാണാം. സ്റ്റേ ട്യൂൺഡ്.